ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വന്നിട്ട് ഞാൻ രാത്രിയാണ് കേട്ടോ ഇതിൻ്റെ വോയിസ് എടുക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ്. അപ്പോൾ എന്നാൽ രാവിലത്തേക്ക് ഇവിടെ കറണ്ട് ഉണ്ടാവുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. കാരണം ഇന്നലെയൊക്കെ വലിയൊരു മരം വീണിരുന്നു. പിന്നെ നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ചുരുൾമലയിൽ അവിടെ വീണ്ടും മണ്ണിടിച്ചിലും അതിൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മൾ അതിന് തൊട്ടടുത്തല്ലെങ്കിലും വയനാട്ടിൽ തന്നെ ഞാൻ തോൽപ്പിട്ടാണ്. ഇപ്പോൾ വന്നിട്ട് ഭയങ്കര ഒരു ടെൻഷനിലാണ്. ആ ന്യൂസ് ഇങ്ങനെ കണ്ട സമയത്ത് ഇത്രയും സമയം കാണുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ഇട്ട് വെക്കുക വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ ആകുമ്പോൾ അതിൻ്റെ ടൈമിന് അത് പോസ്റ്റ് ആയിക്കോളുമല്ലോ. പിന്നെ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യല്. എന്തായാലും മിക്കവാറും കാറ്റും മഴയും കാണുമ്പം രാവിലത്തേക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ മരിച്ചെന്നെല്ലാം കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. ഞാൻ ഇപ്രാവശ്യം അതായത് ഒരു 1.5 മാസം മുന്നേ അങ്ങോട്ടേക്ക് പോകണം, അവിടെ കാണണം. ഞാൻ ഇതുവരെ അവിടെ പോയിട്ട് കണ്ടിട്ടില്ല. ആ ഒരു ഏരിയയിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നല്ലാണ്ട് ആ മണ്ണിടിച്ചിട്ടുണ്ടായ ഭാഗം കണ്ടിട്ടേ ഉണ്ടായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായല്ലോ, അപ്പോൾ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ കാണണം എന്നൊക്കെ ഉണ്ടായി എനിക്ക്. പക്ഷേ അങ്ങനെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ചില കാരണവശാൽ അത് മുടങ്ങിപ്പോയി. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ബസ്സിൽ ഫ്രീ ടിക്കറ്റ് വന്നല്ലോ. അപ്പോൾ ഞാൻ കോഴിക്കോട് പോയ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് വന്ന് ആ സമയം ഞാൻ വിചാരിച്ച് കോഴിക്കോട് പോകേണ്ടിയിരുന്നു. ചൂരൽമല പോയാൽ മതി. എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വരാനൊരു കൂട്ടം ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകാനൊരു ഇടങ്ങാറ്. കാരണം അറിയാത്തൊരു സ്ഥലം നമ്മളിങ്ങനെ തേടി പിടിച്ച് വേണമല്ലോ പോവാൻ. അപ്പോൾ എവിടെയെങ്കിലും പെട്ടു അത് അങ്ങനത്തെ ഒരു പേടി. കൂടെ ഒരാളുണ്ടെങ്കിൽ പേടിക്കാനില്ലായിരുന്നു. ഇങ്ങനെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാനും അവിടെ ആ ഒരു ഏരിയ മുഴുവനായിട്ടൊരു വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ നടന്നിട്ടില്ല. അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ മഴ തുടങ്ങിയില്ല, ഇനി അങ്ങോട്ട് പോക്ക് കുറച്ച് റിസ്ക്കാണ്, അപ്പം പോകണ്ട. ഇനി ഈ മഴ കഴിഞ്ഞിട്ട് വേനലിന് പോകാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് നിന്നതായിരുന്നു. അപ്പോഴേക്കും കൂടെ വരാൻ ആളുമായി കേട്ടോ. അപ്പോൾ വന്നിട്ട് ഒരു വിഷമം, നല്ല വിഷമമുണ്ട്. വിഷമം എന്നല്ല, നല്ല വിഷമമുണ്ട്. കാരണം ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വയനാട്ടിൽ കൂടുതലും ചില നാടുകളിലൊക്കെ കാണാം. അങ്ങനെ വെച്ചാൽ മഴ നന്നായിട്ട് പെയ്തിട്ട് ഒരു വെളിച്ചം കാണാം. പക്ഷേ ഇവിടെ അങ്ങനെ ഇതുണ്ടാവില്ല. ഒരേ ഇരുട്ട് മൂടിയിട്ട് ഭയങ്കരമായ നിർത്താത്ത മഴയാണ് ഉണ്ടാവില്ല. അതാണൊരു പേടി. നമ്മളെല്ലാം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതല്ലോ, നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകു വശമാവട്ടെ ഇടത്തോ വലത്തൊക്കെ ആവട്ടെ ഭയങ്കരമായ കുന്നും മലയൊക്കെയാണ്. മല വെച്ചാൽ ഭയങ്കര വലിയ മലയാണ്, കാണുമ്പോൾ തന്നെ പേടിയാവും. ഞാൻ ഇതുവരെ ആ മല നമ്മളിങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തായിട്ട് കാണാം മല കാണാം. അപ്പോൾ നമുക്ക് പേടിയാവും. കാരണം എന്താ വെച്ചാൽ മണ്ണും പാറയും കൂടിയാണ് ഇവിടെ, കൂടുതൽ പാറയാണ്. അതായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തീരും നിമിഷ നേരം കൊണ്ട്. പഠിച്ചോൻ കേൾക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും. അപ്പോൾ വന്നിട്ട് ഇത് ഞാൻ ഒരു 3-4 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടുണ്ടായില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഒരു 3-4 ദിവസം മുന്നേ ഇങ്ങനെ എടുത്തിട്ട് വെച്ചപ്പോൾ ഗാലറിയിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ വീഡിയോ ഉണ്ടായി. അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ ഇന്നലെ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായി. ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ഇന്നലെ തന്നെ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും അതൊരു യൂട്യൂബ് റിമൂവ് ചെയ്തൊരു മെയിലോട്ട്. അപ്പോൾ മോള് കരയുന്ന ഒരു ഭാഗം വളരെ ചെറുതായിട്ടാണ്, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. കാരണം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്നിട്ട് അതങ്ങനെ പെട്ടെന്ന് കാണുമില്ല. ഞാൻ ബാക്ക് അടിച്ച് നോക്കിയത് യൂട്യൂബറോട് ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ അതേ മോള് കുട്ടി കരയുന്ന സീൻ അങ്ങനെ എന്തെങ്കിലും അതിൽ വന്നിട്ടുണ്ടോ, അതായത് ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും, അതോ കുട്ടീനെ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തോ, അതായിട്ട് വീഡിയോയിലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി. നോക്കുമ്പോൾ സംഭവം ഇതാണ്. കുട്ടിക്കാരെയും ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ആ വീഡിയോ ഇങ്ങനെ ഓരോ ഭാഗവും കട്ട് ചെയ്ത് എടുക്കാനും ഓരോ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നിടത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഒക്കെ ട്രൈപ്പോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണോ, ആ വീഡിയോ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്യണം, ഓൺ ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്യണം, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് നല്ല ക്ലിയറായിട്ട്, അത് നല്ല തമ്പനയിലൊക്കെ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്താക്കിയിട്ടുണ്ടായി കേട്ടോ. അതിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പക്ഷെ സംഭവം പാളിപ്പോയി. അപ്പോൾ വന്നിട്ട് ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന അന്ന് വൈകുന്നേരം വിചാരിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുക. അരിപ്പൊടി റേഷൻ കടത്തെ റേഷൻ അരി ആണ് ഞാൻ പൊടിച്ചത്. പക്ഷെ റേഷൻ അരിൻ്റെ അകത്ത് കുറച്ച് ഞാൻ പച്ചരിയും കൂടെ ഇട്ടു കേട്ടോ. പക്ഷെ ആ പച്ചരി ഇട്ടത് കാരണമെന്ന് തോന്നുന്നു, പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഇങ്ങനെ ഉറപ്പാവുന്നത്, ഉണ്ടാക്കി എന്ത് സാധനങ്ങൾ ആണെങ്കിലും ഉറപ്പായി പോവുക. അപ്പോൾ ഇത് വന്നിട്ട് പിന്നെ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ നമ്മൾ പച്ചരിപ്പൊടി കുഴക്കൂലേ, അതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല സോഫ്റ്റ്, നല്ല പൊടി കേട്ടോ. അതിൻ്റെ തീർന്നു പൊടി. ഞാനിപ്പോൾ അടുത്ത പാത്രം കണ്ടില്ല, അതിൽ നിറയെ ഉണ്ടായി. തീർന്നു. നല്ല ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കുക അതും ഇല്ല കേട്ടോ. ഞാൻ തേങ്ങേൻ്റെ അകത്ത് കുറച്ച് എള്ളും കൂടെ ഇട്ടിട്ടോ. ഒരു കാണാൻ ഭംഗിയിരുന്നോട്ടെ വിചാരിച്ചിട്ടതാണ്. അപ്പോൾ ഞാൻ വാഴയില ഇല്ലാത്തത് കാരണം മഞ്ഞളിൻ്റെ ഇലയാണ് വെച്ചിട്ടുള്ളത്. മഞ്ഞളിൻ്റെ ഇലയിൽ ഞാൻ അട ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കുറേ മുന്നേ, ഒരു വർഷം മുന്നേ ആയിട്ട് ചെയ്തതാണ്. വീഡിയോ ഇപ്പോഴും ഈ ചാനലിലുണ്ട്. എത്ര ഓടിയെന്ന് ഞാൻ പിന്നെ നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഞാൻ മഞ്ഞളിൻ്റെ ഇലയിൽ നല്ലൊരു അട വേറൊരു രീതിക്ക് ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്നത്. അത്രയും ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ്. പക്ഷേ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ പഠിച്ചത്. ഇങ്ങനെ മഞ്ഞളിൻ്റെ ഇലയിൽ ഇവരുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിതൊക്കെ കാണുന്നതും കഴിക്കുന്നതും. പല സംഭവങ്ങളും ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചത്. എനിക്ക് ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ വന്നിട്ട് എന്താ പറയുക, ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അത് പിന്നെ എന്താ വെച്ചാൽ കുറേ ഉണ്ടായി, ഞാൻ കുറേ കട്ട് ചെയ്തതാണ്. നിങ്ങൾക്കും ബോറടിക്കേണ്ട വിചാരിച്ചിട്ട്, കാണുന്നവർക്കും ബോറടിക്കേണ്ട വിചാരിച്ചിട്ട് കുറേ ഞാൻ കട്ട് ചെയ്ത് കളയും. നമ്മളിങ്ങനെ എടുക്കുന്ന സമയം കുറേ ആവും. ചിലപ്പോൾ ഒരു വീഡിയോ തന്നെ കുറേ ഉണ്ടാവും, ഒരു സീൻ തന്നെ കുറേ ഉണ്ടാവും. ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? മഴ നല്ല മഴയാണ്.